ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ന്യൂക്കാസിലെ തന്നെ ഏറ്റവും നല്ലൊരു പീസായിട്ടിരിക്കാൻ പറ്റിയൊരു അറ്റ്മോസ്ഫിയർ ഉണ്ട് ഇവിടെ. ജസ്മണ്ടീൻ എന്ന് പറയും. അത്യാവശ്യം സിറ്റി സെൻറ്ററിൽ നിന്ന് കുറച്ച് മാറിയുള്ളൊരു വാട്ടർഫോൾസ്, വലിയ വാട്ടർഫോൾസ് ഒന്നുമല്ല, ഒരു ചെറിയൊരു വാട്ടർഫോൾസ്. അത് കാണാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ന്യൂക്കാസിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ ബസ്സുണ്ട്. പിന്നെ കുറച്ച് ദൂരം ഒന്ന് ഇച്ചിരി നടക്കണം. ഇതാണ് അങ്ങോട്ട് പോകുന്നതിനുള്ള വഴി. ഇതാണ് അതിൻ്റെ അങ്ങോട്ട് പോകുന്ന വഴി. അടിപൊളി നടക്കാനൊക്കെ പറ്റിയൊരു, അത്യാവശ്യം റിലാക്സ് ചെയ്ത് നടക്കാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. ആൾക്കാർ അവരുടെ പെറ്റ്സിനെയൊക്കെ കൊണ്ടുവന്ന് ജസ്റ്റ് ചുമ്മാ കാഷ്വലായിട്ടും അല്ലാതെയൊക്കെ നടന്നു വരുന്നൊരു സ്ഥലമാണ്. പിന്നെ ജോഗി ചെയ്യുന്നവരും അവരൊക്കെ വന്ന് കുറച്ച് റിലാക്സ് ചെയ്യുന്നതും അവരുടെ ഒരു ടൈം സ്പെൻഡ് ചെയ്യുന്നൊരു സ്ഥലമാണ്. ഇതാണ് അങ്ങോട്ടേക്ക് പോകുന്ന വഴി. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു ബ്രിഡ്ജുണ്ട് അവിടെ. ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ട് വേണം അങ്ങോട്ട് പോകാൻ. ഇവിടം വരെ കാറൊക്കെ വരത്തുള്ളൂ. കാറൊക്കെ ഇവിടെ പാർക്ക് ചെയ്യണം. ഈ സൈഡിൽ പാർക്ക് ചെയ്യണം. ഇവിടെ കാർ പാർക്ക് ചെയ്യണം. എന്നിട്ട് നമുക്ക് നടന്ന് പോകണം. നടക്കാൻ കുറച്ചുണ്ട്, നടക്കുന്നത് നല്ലതാണ്. പിന്നെ നോട്ട് ചെയ്ത് വെച്ചോ, ഈ ഒരു പള്ളി അതിൻ്റെ ഇതുവഴി ഇങ്ങോട്ടുള്ള വഴിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നടക്കാം. ഞാൻ പറഞ്ഞില്ല, ആൾക്കാർ അവരുടെ പെറ്റ്സൊക്കെ ആയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നടന്നൊക്കെ വരുന്നൊരിതാണ്. നിങ്ങൾ നോക്കുവാണെങ്കിൽ ഫുള്ളൊരു ഫോറസ്റ്റ് വൈബാണ്. അങ്ങോട്ട് പോകുമ്പോഴും അങ്ങോട്ടൊരു ഫോറസ്റ്റ് വൈബ് തന്നെയാണ്. ഞാനിവിടെ ഒരു 3-4 വട്ടമൊക്കെ വന്നിട്ടുണ്ട്. ഇതിനകത്താരുടെ ഊബർ ഈറ്റ്സ് ഓർഡർ ചെയ്ത് ആരെങ്കിലും അകത്ത് പോയിട്ട് വിശന്ന് കാണുമായിരിക്കും. എനിക്ക് അതുവഴി വേറെ വഴിയിലോട്ടും പോകാമല്ലോ. നമുക്ക് നടക്കാം ഗൈസ്. ഞാൻ പറഞ്ഞ പാലം എത്തിയിരിക്കുകയാണ്. ഇതാണ് ആ പാലം. പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലാണ്ട് ചുമ്മാ വെറുതെ ഇരുന്നപ്പോൾ ഇങ്ങോട്ട് വന്നതാണ്. ജിമ്മ് കഴിഞ്ഞപ്പോഴത്തേക്കും നോക്കിയപ്പോൾ നല്ല വെതർ. അപ്പോഴത്തേക്ക് വിചാരിച്ച് ചുമ്മാ വെറുതെ വീട്ടിൽ പോയിട്ട് ടൈം കളയണ്ടല്ലോ, വീട്ടിൽ ചെന്നിട്ടും പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അതുകൊണ്ട് വിചാരിച്ച് എന്നാൽ ഇങ്ങോട്ട് വന്ന് വെറുതെ ചുമ്മാ ഒന്ന് നടക്കാം, വെറുതെ ചുമ്മാ എൻജോയ് ചെയ്യാം. കുറേ നാളിവിടെ വരുമ്പോഴും വിചാരിക്കുന്നുണ്ട് ഇങ്ങനൊരു വീഡിയോ ഒക്കെ എടുക്കണമെന്ന്. പക്ഷേ എപ്പോഴും അതിന് സാധിക്കാറില്ല. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. ആ ബ്രിഡ്ജും ഒരിതും. ആർക്കെങ്കിലും ഇതിൻ്റെ മേളിൽ നിന്ന് ചാടിച്ചാണെങ്കിലും വന്നാൽ മതി കേട്ടോ, സീനൊന്നുമില്ല. ഇച്ചിരി കയറാൻ ഇച്ചിരി പാടാണ്, ഇച്ചിരി ഹൈറ്റ് ഉണ്ട്. ചെസ്റ്റ് ലെവലിലാണ് ഈ സാധനം നിൽക്കുന്നത്. വാട്ട് എ വിഷ്വൽ. സ്കൈ നോക്കിക്കേ, അടിപൊളി വിഷ്വൽ. ഞാൻ പറഞ്ഞില്ല, ഒരു ഫോറസ്റ്റ് വൈബാണ്. നമ്മൾ ചിന്തിക്കും ഈ ന്യൂക്കാസിൽ, ഈ സിറ്റിയിൽ എങ്ങനെ ഇത്രയും ഒരു പീസ്ഫുള്ളായിട്ടൊരു സ്ഥലം ഇവിടെ ഉണ്ടായിരുന്നു എന്ന്. ഇപ്പം പറയുകയാണെങ്കിൽ നമ്മുടെ കൊച്ചിയിൽ ആ കോടതിൻ്റെ അപ്പുറത്ത് ഒരു പാർക്കുണ്ടല്ലോ. ആ പാർക്കിൻ്റെ പേരെന്തായിരുന്നു, മറന്നുപോയി. ഒരു ബേർഡ് സാങ്ച്വറി, ആ ഒരു വൈബ് സ്ഥലമാണ് ഇവിടെ. ഒരു ടൗണിൽ നിന്ന് കുറച്ച് മാറി ഒന്ന് പീസ്ഫുള്ളായിട്ട് റിലാക്സ് ചെയ്ത് നിൽക്കാൻ പറ്റിയ ഒരു സ്ഥലം. ഞാൻ ആ ഗൂഗിളിൽ നോക്കിയിട്ട് അതിൻ്റെ ഇതെടുത്തിട്ട് ബേർഡ് സാങ്ച്വറിയുടെ പേരിട്ട് മംഗൾവനം ബേർഡ് സാങ്ച്വറി. അതിനെക്കുറിച്ച് ആർക്കും അധികം അങ്ങനെ അറിയത്തില്ല. മറ്റേ കൊച്ചിയിൽ ഹൈക്കോർട്ടിൻ്റെ ബാക്ക് സൈഡിൽ ഒരു ബേർഡ് സാങ്ച്വറി. നമ്മൾ വിചാരിക്കും കൊച്ചി വലിയ ടൗൺഷിപ്പൊക്കെയാണെന്നും, പക്ഷേ അതിൻ്റെ സൈഡിൽ ഇതേപോലൊരു ആർക്കും അറിയാത്തൊരു ബേർഡ് സാങ്ച്വറി ഉണ്ട്. അത്യാവശ്യം പീസ്ഫുള്ളായിട്ടൊക്കെ ഇരിക്കുക. ഞാനവിടെ പോയിട്ടുണ്ട്, നല്ല രസമാണ്. ഇതാണ് നമ്മുടെ ജസ്മണ്ടീൻ്റെ എൻട്രൻസ്. ഞാനിന്ന് ഇച്ചിരി കുറച്ച് ലൈറ്റായിപ്പോയി, കാരണം ഇപ്പോൾ പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലായിരുന്നു. വെറുതെ ജിമ്മൊന്നും കഴിഞ്ഞപ്പോൾ ടൈം വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് പറഞ്ഞ് വന്നതാണ്. ഇതാണ് ഇതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിലേക്കൂടെ ഒരു വെള്ളച്ചാട്ടമൊക്കെ പോകുന്നതിൻ്റെ ഇതാണ് നമ്മൾ ഇപ്പോൾ കയറി വന്ന പാലം. പിന്നെ ഇതൊക്കെയാണ് അതിൻ്റെയൊക്കെ മാപ്പ്. ഇത് വന്ന് ഈ പാലം, ഇതിൽ നിന്ന് ഇങ്ങോട്ട് കയറി അവിടെ ഇപ്പോൾ കണ്ടൊരു ബിൽഡിങ് ഇങ്ങനെ പോയിട്ട് വരുമ്പോഴത്തേക്കും വെള്ളച്ചാട്ടം എവിടെ
ആ അതെ, ഇവിടാണ് വെള്ളച്ചാട്ടം വരുന്നത്. ഓക്കെ, ഇത്രയുള്ള കാര്യം. പണ്ട് ഞാനും എൻ്റെ കുറച്ച് ഫ്രണ്ട്സുമായിട്ട് ഇവിടെ വന്നപ്പോഴത്തേക്കും അഹങ്കാരം കാണിച്ച് ഞങ്ങൾ ഇതുവഴിയൊക്കെ വലിയ വൈബൊക്കെ കാണിച്ച് അങ്ങോട്ട് കയറിപ്പോയായിരുന്നു. അത് പിന്നെ അതേപടി തന്നെ തിരിച്ചു വരേണ്ടി വന്നു. ഇച്ചിരി ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്, എന്താകുമെന്നറിയില്ല. ഞാൻ ഒട്ടും പ്രിപ്പയർഡായിട്ടല്ല വന്നത്, കാരണം ഫോണിൽ ചാർജില്ല, ഉള്ളി ഒരു പവർ ബാങ്ക് മാത്രമേ കയ്യിലുള്ളൂ. പക്ഷെ നല്ല സണ്ണി വെതറാണ്. എത്തുന്നിടം വരെ പോട്ടെ, അതല്ലേ. കുറച്ച് നടക്കാനുണ്ട് കേട്ടോ, അതിനുവേണ്ടി വല്ല വെള്ളമൊക്കെ ആയിട്ട് വേണമെങ്കിൽ വരാം. അതിനകത്ത് ഷോപ്പും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇത് എത്ര പേർക്ക് ഇങ്ങനത്തെ സ്ഥലമൊക്കെ ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയത്തില്ല, കാരണം ഇതൊരുമാതിരി ചുമ്മാ അവിടെ പോയിട്ട് വലിയ എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള സ്ഥലമൊന്നുമല്ല. ജസ്റ്റ് പോയൊന്ന് ഇരിക്കുക, സമയം സ്പെൻഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. കേട്ടാ, ഒരു പക്ഷി പരന്ന് പോകുന്നത് ഇതാണ് നമ്മൾ പറഞ്ഞ. കുറച്ച് റൂട്ട് മാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങോട്ട് പോകുമ്പോൾ ഒരു പാർക്കുണ്ട്, പിന്നെ അത് നമുക്ക് തിരിച്ചു വരുമ്പോൾ കയറാം ടൈം ഉണ്ടെങ്കിൽ. ഇതാ വരെ പാലം, പിന്നെ ഇങ്ങോട്ട് പോവുക പെറ്റ്സ് കോർണർ. അതൊന്നും നമുക്കല്ല, നമുക്ക് നേരെ പോകണം. നല്ല രസമല്ലേ കാണാനൊക്കെ. ചുമ്മാ ഇതിലെ കൂടെ വെറുതെ നടക്കാനും അടിപൊളിയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പം ചെറുതായിട്ടൊരു പണി കിട്ടി. മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിൽക്കാൻ വേറെ സ്ഥലമൊന്നുമില്ല, തിരിച്ചങ്ങ് നടക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു നടക്കുക, ഏകദേശം ഒരു 20 മിനിറ്റ്സൊക്കെ നടക്കണം. ഒറ്റയ്ക്ക് വരുമ്പോൾ പേടിയൊക്കെ കാണും, അതേപോലെ, കാരണം ഇവിടെ വേറെ ആരുമൊന്നും ഇല്ല. പിന്നെ UK പാമ്പില്ല, സ്നേക്സ് എന്ന് പറയുന്ന സാധനം UK അങ്ങനെയാണ് കേട്ടിട്ടുള്ളത് കേട്ടോ. പേടിക്കാനും വേണ്ടല്ലേ, പാമ്പില്ല. പിന്നെ ആകെയുള്ള പട്ടികൾ നമ്മളോട് ഇണങ്ങി നിൽക്കുന്നവരാണ്, അവർ ജസ്റ്റ് വരിക പോവുക. പിന്നുള്ളത് കുറുക്കൻ, ചെന്നായ, അങ്ങനെയുള്ള വന്യമൃഗങ്ങൾ മാത്രമേ നമുക്ക് പേടിക്കാനുള്ളൂ. ഇവിടെ ഒന്നും അങ്ങനത്തെ ഒന്നും കാണത്തൊന്നുമില്ല, ആൾക്കാരൊക്കെ ഉള്ളതല്ലേ. പണിപാളിയോ എന്നൊരു സംശയമുണ്ട്. കാറ്റൊക്കെ അടിക്കുന്നുണ്ട്, ഇനി വല്ല മഴ പെയ്യുമോ, പിന്നെയും ട്രാപ്പാവോ എന്നറിയില്ല. ഇതിപ്പോൾ ഞാൻ ഇനി നിങ്ങളെ കാണിക്കാൻ പോണത് വേറൊരു, ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇതിനകത്തുള്ള റൂട്ട് മാപ്പുകളൊക്കെയാണ്. ഇത് നോട്ട് ചെയ്ത് വെക്കണം. ഓൾഡ് മിൽ ആൻഡ് വാട്ടർഫാൾ, അങ്ങോട്ടാണ് നമുക്ക് പോകേണ്ടത്. അപ്പോഴത്തേക്കും മെയിൻ ആയിട്ടുള്ളൊരു സ്ഥലമാണ് ദി ടണൽ. ചെറിയ ടണലാട്ടാ, ഇല്ല ഗുമ്മൊക്കെ കൊടുത്തിട്ട് ആകെ ഇത്ര ഉള്ളൂ. ഒരു 100 മീറ്റർ പോലും തികച്ചില്ലല്ലോ. 100 മീറ്റർ ഒന്നും, 50 മീറ്റർ, 20, 3 മീറ്ററേ കാണത്തുള്ളൂ. ഓക്കെ, സോറി, അതൊരു 3 മീറ്റർ പോലും കാണത്തില്ല. ആൾക്കാരൊക്കെ വരുന്നുണ്ട്, ആൾക്കാരൊക്കെ തിരിച്ചു പോവുകയാണ്. നമ്മൾ ഈ പണ്ട് തൊട്ടേ എവിടെ ഏതെങ്കിലുമൊക്കെ ഒരു സ്ഥലത്ത് പോകുമ്പോഴേക്കും ഞാൻ എപ്പോഴും അത് ക്ലോസ് ചെയ്യാൻ നേരത്തെ പോകാറുള്ളൂ. ആൾക്കാർ വരുന്നുണ്ട്. നിങ്ങളിപ്പോൾ കുറച്ച് പൂക്കളൊക്കെ കാണും, അവർക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായാലോ. ഞാനെപ്പോഴും ക്ലോസ് ചെയ്യുന്ന ടൈമിലായിരിക്കും പോകുന്നത്. അടയ്ക്കുന്ന ടൈമിൽ കറക്റ്റ് അങ്ങോട്ട് കയറി ചെല്ലും. അപ്പോഴത്തേക്കും അവിടെയുള്ള സെക്യൂരിറ്റി അല്ലെങ്കിൽ ആൾക്കാർ പറയും അങ്ങോട്ട് പോകണ്ട, ഇനി പോയാൽ നിങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റത്തില്ല, ഇരുട്ടാവും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പക്ഷേ ഇവിടെ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല, നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോകാം. സ്വന്തം റിസ്കിൽ വരിക, പോവുക. ഓക്കെ, ട്രൈപോഡ് എടുക്കേണ്ടായിരുന്നു, മറന്നുപോയി. പറഞ്ഞ പോലെ തന്നെ കരുതിക്കുട്ടിയൊന്നും വന്നതൊന്നുമല്ല, ചുമ്മാ വെറുതെ വന്നതാണ്. പിന്നെ കുറേ നാളായിട്ട് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, എന്തുകൊണ്ട് കുറേ നാളായി യൂട്യൂബിൽ വീഡിയോ ഇടാം എന്നും കൂടെ കരുതിയിട്ടാണ്. പിന്നെ എനിക്കൊരു ചെറിയൊരു ഇതുണ്ട്, മുഖം കാണിക്കുമ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര ഷൈ ആവുന്നുണ്ട്, എന്താണെന്നറിയത്തില്ല. എല്ലാം മാറുമായിരിക്കും. നമുക്കൊന്ന് നടക്കാം. ഇനി കുറച്ച് അങ്ങോട്ട് നടക്കാനുള്ളൂ, ഞാൻ കുറച്ച് നടന്നെത്തട്ടെ, എന്നിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കാണിക്കാം. പിന്നെ ഒറ്റയ്ക്ക് വരുന്നത് ഇച്ചിരി ബോറാണോ എന്ന് ചോദിച്ചാൽ ബോറ് തന്നെയാണ്. കാരണം നമ്മുടെ കൂട്ടുകാരന്മാരെല്ലാം വേറെ രാജ്യങ്ങളിലേക്ക് ചേക്കേറി, ഇപ്പോൾ അവസാനത്തെ കണ്ണിയായി ഞാൻ മാത്രമേ ഇവിടെ ഉള്ളൂ. ബാക്കിയുള്ളവർക്കാണെങ്കിൽ വർക്കുണ്ട്. അപ്പോഴത്തേക്കും ഞാനിന്ന് 2 ദിവസം ഓഫായതുകൊണ്ട് ഒരു ദിവസം വിചാരിച്ചെന്നേ ചുമ്മാ ജിമ്മ് കഴിഞ്ഞിട്ട് വെറുതെ അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ വന്നതാണ്.
ഇവിടെ പിന്നെ ഇപ്പോൾ ടൈം എത്ര 7:53 7:53 എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും നമ്മുടെ നാട്ടിലെ പോലെ ഇരുട്ടാകുന്നില്ല. ഇവിടെ ഈ സമ്മർ ടൈമിൽ ആകുമ്പോഴത്തേക്കും ഇവിടെ ഒരു 10 മണി 10:30 ആവും ഇരുട്ടാകാൻ വേണ്ടി. നമുക്ക് പോകേണ്ട സ്ഥലം ഓൾഡ് മിൽസ് ആൻഡ് വാട്ടർ ഹിൽസ്, അങ്ങോട്ടാണ് പോകേണ്ടത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറേ ആൾക്കാർ ജോഗ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട്. എനിക്ക് ജോഗ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഞാൻ ഓൾറെഡി ഒരു ഗംഭീര വർക്കൗട്ട് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നടക്കാനുള്ള ആരോഗ്യം മാത്രമേ ഉള്ളൂ. നടക്കാനും വെറുതെ ഇങ്ങനെ വായി തോന്നിയത് ഇങ്ങനെ പറയാനും മാത്രമുള്ള ആരോഗ്യം മാത്രമേ ഉള്ളൂ. ഒരു കുപ്പി വെള്ളമുണ്ട്, അവിടെ ചെന്നിട്ട് ദാഹിക്കുവാണെങ്കിൽ കുടിക്കാനും മാത്രം. അപ്പോഴത്തേക്കും നമുക്ക് അങ്ങോട്ട് നടക്കാമല്ലേ. സൈഡിൽ കൂടെ എന്തെങ്കിലുമൊക്കെ നോക്കണം കേട്ടോ. കഥയൊക്കെ പറഞ്ഞിങ്ങനെ പോകുന്നു, അവസാനം വല്ല പുലുവെല്ലാം ചാടി വീഴുമോ ഇതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ രാത്രി തിരിച്ചു വരുമ്പോഴത്തേക്കും ചെറിയൊരു ഫിയർ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പം നിങ്ങളിങ്ങനെ എൻ്റെ സൗണ്ട് ഇല്ലാണ്ട് ഇവിടെ ഇങ്ങനെ നൈസായിട്ടൊന്നിങ്ങനെ കേട്ട് നോക്കിക്കേ, എന്തൊക്കെ ഇങ്ങനെയൊക്കെ കേൾക്കാൻ പറ്റുമെന്ന് നോക്കിക്കേ. അതാണ് ഞാൻ പറയില്ലേ, നേച്ചറിനെ ഇഷ്ടപ്പെടുന്നവർ, ഈ പ്രകൃതിയോടങ്ങ് ഇണച്ചേർന്ന് നിൽക്കുന്നവർക്ക് ഇങ്ങനെ വന്ന് അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ഇത്. വലിയ സ്ഥലമൊന്നുമല്ല കേട്ടോ, ഇത് ഓവർ എക്സ്പെക്റ്റേഷനൊന്നും വെക്കരുത്. ഇത് ജസ്റ്റ് നോർമൽ ഒരു സ്ഥലം. ഇവിടെ ന്യൂകാസിലുള്ളവർക്ക് പോലും അധികം ആർക്കും അറിയത്തില്ല. ഇവിടെ ജസ്റ്റ് നമുക്ക് വന്ന് വെറുതെ ഒരു ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം, അല്ലാണ്ട് വേറെ ഒന്നുമില്ല കേട്ടോ. ജസ്റ്റ് കാഷ്വലായിട്ട് വരിക, കുറച്ച് നടക്കുക, ഒരു ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം. അല്ലാണ്ട് നമ്മുടെ നാട്ടിലെ പോലത്തെ വലിയ സ്ഥലങ്ങൾ ഒന്നും പ്രതീക്ഷിക്കരുത്. ആ ഒരു സ്ഥലമൊന്നുമല്ല. അങ്ങനെയൊക്കെയുള്ള സ്ഥലമുണ്ട്, ഇതിനു മുമ്പ് പോയിട്ടുണ്ട്. നമ്മുടെ വീഡിയോസ് യൂട്യൂബിൽ കിടപ്പുണ്ട്, വേണമെന്ന് കാണുക. ഓക്കെ, അപ്പോഴത്തേക്കും ഇനി ഇവിടുന്ന് വഴി 2ആയിട്ട് പോവുകയാണ്. ഇവിടെ നിന്നാണ് വഴി 2ആയിട്ട് പോകുന്നത്. ഇവിടുന്ന് അങ്ങോട്ടൊരു നല്ലൊരു സ്ഥലമാണ് കേട്ടോ. ഇവിടുന്ന് ഇങ്ങോട്ടൊരു വഴി 2ആയിട്ട് പോവും. ഈ ഒരു വഴി കാണാൻ നല്ലൊരു രസമാണ്. പറഞ്ഞില്ല, ഈ ഒരു വഴി കാണാൻ നല്ലൊരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ചെറിയ ബ്രൂക്ക് അങ്ങനെയല്ലേ പറയുന്നത്, ബ്രൂക്ക് അരുവി സ്ട്രീം എന്തെങ്കിലും ആട്ടെ പോകുന്നുണ്ടല്ലോ, അതേപോലെ ഉണ്ട് നല്ലൊരു വഴി. ജസ്റ്റ് നല്ല ഒരു ഇതൊക്കെ ആയിരുന്നെങ്കിൽ ഒരു ഫോട്ടോ ഒക്കെ എടുക്കായിരുന്നു. കണ്ടില്ലേ, നല്ലൊരു സ്ഥലം. ഇപ്പം ആരുമില്ല, ഉണ്ടാ നല്ലൊരു സ്ഥലം. നടന്നിങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്ത് നടക്കാം. നിങ്ങൾക്ക് ഇവിടെ ആരൊക്കെ കൊണ്ടുവരാം എന്നുള്ളതിന് ഞാനൊരു സജഷൻസ് പറയാം. ഒന്നെങ്കിൽ ഗേൾ ഫ്രണ്ടുമായിട്ട് വരാം, അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ട് ചില്ലടിക്കാൻ വേണ്ടി വരാം. ഭയങ്കര സജഷൻസാണ് ഞാൻ തന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അല്ലെങ്കിൽ ഫാമിലിയായിട്ട് കുട്ടികൾ അവരൊക്കെ ആയിട്ട് വന്നിട്ട് നിങ്ങൾക്ക് വെറുതെ നടന്ന് ചുമ്മാ ടൈം സ്പെൻഡ് ചെയ്യാം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് വലിയ ഇതൊന്നുമില്ല. ജസ്റ്റ് 1 മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ട് സംഭവം കണ്ട് പോവാം. ഓക്കേ, അപ്പം ശരി, നടക്കട്ടെ. നമ്മൾ നടന്ന് വന്നപ്പോഴത്തേക്കും ചെറിയ ഒരു ഇങ്ങനെ വെള്ളം സൗണ്ട് ഇങ്ങനെ കേൾക്കാം. നമുക്കിവിടെ ഇങ്ങനെ നിൽക്കുവാണെങ്കിലും ആ സൗണ്ട് ഒന്ന് ഫീൽ ചെയ്തേ. വാ, അടിപൊളി. ഇതൊക്കെ പട്ടികൾ കളിച്ചിട്ട് പോകുന്നതാണ്. ആൾക്കാർ കൂടുതലും വരുന്നത് പട്ടികളൊക്കെ ആയിട്ടോ. അവർ നല്ല രീതിയിൽ എൻജോയ് ചെയ്യും, അടിപൊളിയായിട്ട് ഇവിടെ എൻജോയ് ചെയ്യും. ഇതാണ് ഒരു സ്ഥലം. നല്ല രസമല്ലേ ഇങ്ങോട്ട് വരാൻ. സമയം ഇപ്പം 8 മണിയായിട്ടുണ്ട്. നമ്മൾ
നമ്മുടെ ഡെസ്റ്റിനേഷൻ്റെ പകുതി നടന്നിട്ടുണ്ട്. സമയം ഇപ്പോൾ 8 മണി. ഡെസ്റ്റിനേഷൻ്റെ പകുതി ദൂരം നമ്മൾ നടന്നിട്ടുണ്ട്. കിതയ്ക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ കിതയ്ക്കുന്നുണ്ട്. കാരണം ഓൾറെഡി ടയേർഡായിട്ടാണ് വന്നത്. നമ്മൾ എത്താറായിട്ടുണ്ട്. ആണ് സ്ഥലം. അപ്പോൾ നമ്മൾ സ്ഥലത്ത് എത്താറാകുമ്പോഴത്തേക്കും ഇനി ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് ഒരു ചെറിയൊരു പാലം കൂടെ ഉണ്ട്. അത് ഇച്ചിരി നല്ലൊരു ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയൊരു പാലമാണ്. അതും കൂടെ കാണിച്ചു തരാം. അതിലൊന്ന് ഈ ഒരു പാലമാണ്. ഞാൻ കാണിച്ചു തരാം. ഈ ഒരു പാലം നല്ലൊരു ഫോട്ടോ എടുക്കാൻ പറ്റിയ 5x കാണിച്ചു തരാം. ഉണ്ടോ, നല്ലൊരു ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. ആരാ എന്നെ നോക്കുന്നേ. പിന്നെ ഈ ഒരു പാലം കാണിച്ചു തരാം. ഉണ്ടോ, നല്ല അടിപൊളി ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു പാലമാണ്. നമുക്ക് കൊണ്ട് ഈ വഴിയല്ല, നമുക്ക് കൊണ്ടത് ഈ വഴിയും പോകാം. ഈ വഴി പോകാം. ഈ വഴി പോകുമ്പോഴത്തേക്കും ഒരു ചെറിയൊരു പാലം കൂടെ ഉണ്ട്. അതും കൂടെ കാണിച്ചു തരാം. ഇനി അടുത്തൊരു ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു സ്ഥലമാണിത്. കണ്ടോ, നല്ലൊരു ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. സ്റ്റെപ്പുണ്ട്. ഇപ്പോഴേ നിങ്ങൾക്ക് വാട്ടർഫോൾസിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. കണ്ടോ, ഇവിടെയൊക്കെ ജസ്റ്റ് നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമുണ്ടോ. ഇവിടെ നിന്ന് നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. കണ്ടോ, നല്ല രസമുള്ള സ്ഥലം അല്ലേ. കിളികളുടെയൊക്കെ സൗണ്ടും അടിപൊളി. ഇതാ നമ്മൾ കാത്തിരുന്ന ആ ഒരു സ്ഥലം എത്തിയിരിക്കുകയാണ്. ദ ആംസ്ട്രോങ്സ് ക്രിയേഷൻ, ദ വാട്ടർഫോൾ. ഇതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. വായിക്കേണ്ടവർക്ക് വായിക്കാം. എന്താ ഇതിനകത്ത് ഈ ജീവി ഉണ്ടെന്നാണോ പറയുന്നത്? ഇതിനു മുമ്പ് ഇതിങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പോഴാണ് ഇത്ര വെള്ളമൊക്കെ കുറഞ്ഞത്. കണ്ടോ, ഇങ്ങനെയൊക്കെ വെള്ളം ഒഴുകിക്കൊണ്ടിരുന്ന സ്ഥലമാണ് കേട്ടോ. പാവം ആണ്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ നമ്മൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. നമ്മൾ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക് അതിനകത്തോട്ട് പോവാം. ഈ വാട്ടർഫോൾസിൻ്റെ അടുത്തോട്ട് പോകണമെങ്കിൽ ഒരു വഴിയുണ്ട്. ഇച്ചിരി റിസ്കി ആണ്, എന്നാലും നമുക്ക് നടന്നു പോവാം. കണ്ടോ, അടിപൊളിയല്ലേ. ഇന്ന് ഇച്ചിരി വെള്ളം കൂടുതലാട്ടോ. ഞാൻ അന്ന് വന്നതിനെക്കാട്ടും വെള്ളം കൂടുതലാട്ടോ. നമുക്ക് അങ്ങോട്ട് പോവാം. റിസ്കിയാണ്, കുറച്ച് സൂക്ഷിക്കണം. നല്ല രസമല്ലേ. കണ്ടാ ആ ഒരു വ്യൂ. ഈ വെള്ളം എവിടുന്നാ വരുന്നതെന്ന് എനിക്കിനി അറിയത്തില്ല കേട്ടോ. ആൾക്കാർ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ വരുന്ന സ്ഥലമാണ്. കണ്ടല്ലേ, എൻജോയ് ചെയ്യട്ടെ അവര്. ഇതാണ് അതിൻ്റെ അവിടെ നിന്നുള്ള വ്യൂ. നമ്മൾ ആൾക്കാർ ജസ്റ്റ് നമ്മുടെ അവിടെയും ഇവിടെയും എല്ലാമൊക്കെ കണക്കാണ്. അതെ, കുപ്പിയൊക്കെ ഇവിടെ ഇട്ടിട്ട് പോയി. അങ്ങനെയൊക്കെ ഉണ്ട്. ആൾക്കാർ എല്ലായിടത്തും ഒരേപോലെയാണ്. ഇതേ കുപ്പി അവിടെയും കിടപ്പുണ്ട്. പക്ഷെ ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇരിക്കാം കുറച്ച് നേരം. നീരൊന്നുമില്ല കാശ് ഇതിനകത്ത്. ഇങ്ങനെ നോക്കും. പക്ഷെ വെള്ളത്തിനൊക്കെ ഒരു സ്മെല്ലുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. വലിയ ക്ലിയറുള്ള വെള്ളമൊന്നുമല്ല. കാരണം എന്താ നോക്കിക്കേ, ചെളിയൊക്കെ ഉണ്ട്. വെള്ളത്തിനൊക്കെ സ്മെല്ലുണ്ടോ? അതെ, അവിടെയൊക്കെ ചെളിയാണ്. വലിയ ക്ലിയർ വാട്ടറൊന്നും ഇല്ല. പക്ഷെ ഇവിടെ നിന്നൊക്കെ നോക്കുമ്പോഴത്തേക്കും നല്ല ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. കുറച്ചു നേരം ഇവിടെ ഇരിക്കാൻ കാശ്. നടന്നു വന്ന് കുഴഞ്ഞതല്ല. ഇവിടെ കുറച്ചു നേരം ഇരിക്കാം.
എന്തായാലും കുറച്ച് ഇരുട്ടുമ്പോഴൊക്കെ പോയാൽ മതി. കണ്ടില്ലേ, നല്ല അടിപൊളി സ്ഥലമാണ്. അവിടെ കുറേ പയ്യന്മാരും വന്നിട്ടുണ്ട്. അവന്മാരും എൻജോയ് ചെയ്യുകയാണ്. അപ്പോഴത്തേക്കും ഇതാണ് നമ്മൾ പറഞ്ഞ ജസ്മണ്ടി. നല്ലൊരു സ്ഥലമാണ്, അടിപൊളിയായിട്ടിരിക്കാം. കണ്ടോ, അടിപ്പൻ സ്ഥലമാണ്. നല്ല രീതിയിൽ ഒറ്റയ്ക്ക് വരുന്നവർക്ക് ഒറ്റയ്ക്ക് വന്നിട്ട് എൻജോയ് ചെയ്യാം. കൂട്ടുകാരായിട്ട് എൻജോയ് ചെയ്യുന്നെങ്കിൽ എൻജോയ് ചെയ്യാം. അഥവാ ഗേൾഫ്രണ്ടായിട്ട് വരണമെങ്കിൽ ഗേൾഫ്രണ്ടായിട്ടും വന്ന് എൻജോയ് ചെയ്യാം. എങ്ങനെ നോക്കിയാലും ഒരു എൻജോയ്മെൻ്റ് ആണ് ഈ സ്ഥലത്തുള്ളത്. അപ്പോഴത്തേക്കും സൂക്ഷിച്ചൊക്കെ നടക്കുക. പാറയാണ്, പിന്നെ വീണ് കഴിഞ്ഞാൽ വലിയ ആഴമൊന്നുമില്ല, കയറി വരാനൊക്കെ പറ്റും. പിന്നെ ഉള്ള ചെളിയും അതും ഇതൊക്കെ ആയിട്ട് വന്ന് കയറേണ്ടി വരും. പിന്നെ വല്ല വല്ലയിടമൊക്കെ വീണ് ഒടിഞ്ഞും അതൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ പൊക്കി എടുക്കാനൊന്നും ആൾക്കാരൊന്നും വരുത്തൊന്നുമില്ല. നാട്ടിലെ പോലെ ജടന്മാർ ചാടി ഇറങ്ങാനൊന്നും കാണത്തൊന്നുമില്ല. ഇവിടെയൊക്കെ അങ്ങനെയൊക്കെയാണ്, സ്വന്തമായിട്ടങ്ങ് തന്നെ ചാടി ഇറങ്ങിക്കോണം. പിന്നെ ഒരു ആംബുലൻസ് വിളിച്ച് തന്നെ ഹോസ്പിറ്റലിൽ പോയിക്കോണം. ഇതൊക്കെയാണ് ഈ സ്ഥലം. ഇതാണ് നമ്മുടെ ജസ്മണ്ടി. അടിപൊളി വിഷ്വൽസ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കിനി വന്ന് കാണണമെങ്കിൽ വന്ന് കാണുക. ന്യൂകാസിലുള്ളവർക്ക് വന്ന് കാണണമെങ്കിൽ വന്ന് കാണുക. കേരളത്തിലുള്ളവർക്ക് വന്ന് കാണണമെങ്കിൽ എൻ്റെ യൂട്യൂബ് വീഡിയോയിലൂടെ കണ്ടാൽ മതി. വരുമ്പോൾ ഒന്ന് വന്ന് കണ്ടുതരും. അത്ര വലിയ ഫേമസ് ആയിട്ടുള്ള സ്ഥലമൊന്നുമല്ല കേട്ടോ. UK പ്രധാനപ്പെട്ട സ്ഥലം വെച്ച് നോക്കുമ്പോഴത്തേക്കും അത്ര ഫേമസ് ആയിട്ടുള്ള സ്ഥലമൊന്നുമല്ല. ജസ്റ്റ് വന്ന് ഒരു ലീസർ ടൈം എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലം, അത്രേ ഉള്ളൂ. ഞാൻ ഇടയ്ക്കൊക്കെ വന്ന് ഇവിടെ ഇരിക്കും, അത്രേ ഉള്ളൂ. ഇതൊക്കെ കൃഷ്ണൻകുട്ടി ഉദ്ദേശിച്ച മറ്റേ അതാണ് ഗൈസ്. ഏതാണെന്ന് ചോദിക്കാം. ഇഫ് യു നോ സംതിങ്. ഓക്കെ, എന്തിൻ്റെ ആയിരിക്കും അറിയാവുന്നവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇത് എന്തിട്ടുകൊണ്ട് വരുന്നതാണെന്ന്. പിന്നെ ഇതൊക്കെ ഇവിടെ കോമൺ ആണ്. നമ്മൾ പിന്നെ വലിയ ചോദിക്കാനും പറയാനൊന്നും പോകുന്നുണ്ട്. ഇതൊക്കെ ഇവിടെ കോമണാണ്. നമ്മൾ വലിയ ആൾക്കാരൊന്നും ചമയൊന്നും വേണ്ട. ഇതൊക്കെ ഇവിടെ കോമണാണ്. ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കുന്നതിൻ്റെ ഇതറിയും, അല്ലാത്തവർക്ക് അല്ലാതെ നോർമലായിട്ടും പോകും, അത്രേ ഉള്ളൂ. ഓക്കെ, സ്ഥലം. അപ്പോഴത്തേക്കും ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ വിഷ്വൽസ് ഇപ്പം നിങ്ങൾക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റും. കാരണം ഒരു ടൈമൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ ഫോട്ടോ എടുക്കേണ്ടവർക്ക് വന്ന് ഫോട്ടോ എടുക്കാം. അങ്ങനെയൊക്കെയുള്ള സ്ഥലമാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരു വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഉള്ള ആൾക്കാരുടെ അങ്ങനെയൊക്കെ ഇപ്പം വെച്ച് നോക്കുമ്പോഴത്തേക്ക് നല്ല ഫ്രെയിമൊക്കെ ഉള്ള സ്ഥലമാണ്. ഇവിടെ നിന്നൊരു ഫോട്ടോ എടുത്താലും നല്ല ഫ്രെയിമാണ്. പിന്നെ ഇങ്ങോട്ട് ഫ്രെയിം വെച്ചാലും നല്ലൊരു ഫ്രെയിമാണ്. ഇതാണ് എന്താ വേണ്ടാണ് ഓൾഡ് മിൽ. ആ മില്ലിലോട്ട് പോണ വഴിയാണ്. നമുക്ക് ആ മില്ലിൻ്റെ അങ്ങോട്ടും കൂടെ പോയി നോക്കാം. ആ മില്ലിൻ്റെ ചക്രം കാണണമെങ്കിൽ മുകളിലോട്ട് കയറണം. നമുക്ക് മുകളിലോട്ട് കയറാം. നോക്കട്ടെ. ചതിയായിരുന്നു ഗായ്സ്. പണ്ടാരം ഇതിലേ കൂടെ കയറിയാലും അതിലേ കൂടെ കയറിയാലും എല്ലാം സെയിം സ്ഥലം തന്നെയായിരുന്നു. ഓക്കെ, ഇതാണ് പഴയ മില്ലിൻ്റെ ഒരു റൂമാണ്. ഇത് എന്താ റൂമാണെന്ന് ഹിസ്റ്ററിയൊക്കെ അറിയാവുന്നവർക്ക് നോക്കാം. ഞാൻ എന്ത് കാണിച്ചതാണ് ഓർമ്മയില്ല. ഇതുവഴി വന്നാലും ഒരു സ്ഥലമായിരുന്നു. ഇത് പഴയ മെയിനായിട്ടുള്ള എന്തോ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു റൂമായിരുന്നു. എന്ത് റൂമാണെന്ന് എനിക്കറിയില്ല, അത് എന്താണെന്ന് അറിയില്ല. ഇതൊക്കെ മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് പോയിട്ടുണ്ട്. പിന്നെ മേൽക്കൂരയൊക്കെ പൊളിഞ്ഞു പോയി, അതൊന്നും ചിന്തിക്കുക വേണ്ടതിന്. ഇതൊക്കെ പണ്ട് കാലത്തൊക്കെ പണിഞ്ഞ സ്ഥലമായിരിക്കും അല്ലേ. എന്ത് റൂമായിരിക്കും? ചിലപ്പോൾ അവരുടെ ബെഡ്റൂമായിരിക്കും, മില്ല് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുടെ റൂമായിരിക്കും, കിടന്നുറങ്ങുന്ന റൂമായിരിക്കും. ഇവിടുന്ന് അയാൾ രാവിലെ എണീക്കുക. ഇതേ ഇത് ഇരുമ്പാന്ന് തോന്നുന്നു കേട്ടോ. പണ്ടത്തെ പരിപാടിയാണ് കണ്ടോ. ആ മില്ല്
കറക്കുന്ന സാധനം വല്ലതും ആയിരിക്കും. ഇനി കറക്കിയിട്ട് വേറെ എന്തെങ്കിലും വല്ലതും ഒക്കെ ഉണ്ടാക്കുമായിരിക്കും. നമുക്കൊന്നും അറിയത്തില്ല. നോ ഐഡിയ. അതിനകത്ത് എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പണ്ടിത് ഇങ്ങനെ ആയിരുന്നത്. മറ്റേ അക്വഡൈറ്റ് അല്ല എന്തോ മിൽ സ്റ്റോൺസ് അതേപോലത്തെ ഒരു പരിപാടിയായിരുന്നു ഇത്. ഇതുവഴി ഇങ്ങനെ വെള്ളം വരിക. ഓക്കെ അതുവഴി ഇങ്ങനെ വെള്ളം വരിക. അപ്പോഴത്തേക്ക് ഈ ഇതിനകത്തോട്ട് ആ വെള്ളം വീഴുന്നതിൻ്റെ അതിൻ്റെ ഫോഴ്സിൽ ആ വീല് കറങ്ങും. ആ വീല് കറങ്ങിയിട്ട് നമ്മുടെ വായിച്ചൂടെ 125 RPM എന്നെ കറങ്ങും. അതിൻ്റെ വെയിറ്റ് തന്നെ ഏകദേശം 1000 കിലോ ഉണ്ട്. ഇമ്പോർട്ടൻ്റ് വിയറിങ് സ്റ്റോൺസ്. പിന്നെ ഇത് കോഴ്സ് എന്താണിത്? ഇതെന്തിനാ സത്യം പറഞ്ഞാൽ എന്തിനാന്ന് പോലും അവർക്കറിയില്ല. ഇതെന്തിനാണ് ഗിയറിങ് ട്യൂണ്? എന്തിനാ സംഭവം ഇത്? മില്ലറൈസോ? ജസ്റ്റ് വെള്ളം കൊണ്ടുപോകാൻ വേണ്ടി. ഇതെപ്പോഴാണ് പണിയാൻ നോക്കിക്കേ. ബി സിയിൽ പണിയ സാധനമാണ് കേട്ടോ. ദെൻ AD-യിൽ Britain was during Roman times. The first use of watermills in Britain was during Roman times. പിന്നെ 1086, 1272. Almost all Ural watermill has ceased production. അപ്പോൾ എത്ര പഴയ സാധനമാണെന്നറിയാമോ? നമ്മൾ വെറുതെ ഇതിനെ പുച്ഛിച്ച് എന്തുവാടേ അത്ര വലിയ മെയിൻ സാധനമാണ്. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ, history. Early history mills may have existed on the site from the 13th century, but the current buildings date from 1800. So ഇത് പുതിയതായിട്ടുണ്ടാക്കിയതാണ്. പക്ഷേ 13th century മുട്ടുണ്ടായിരുന്നതാണ്. ഇതിൻ്റെ ഓണറും ടെനൻസും അതും ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ എന്താണ് ഡിക്ലൈൻ ചെയ്തത്? Revolution has changed Britain dramatically. ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, അതിൻ്റെയൊക്കെ പോപ്പുലേഷൻ ഗ്രോത്ത്, അങ്ങനെയൊക്കെയുള്ള പരിപാടിയൊക്കെയാണ്. വായിച്ചു നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടുപിടിക്കുക. നമ്മളിവിടെ വന്നത് ജസ്റ്റ് അതും നശിപ്പിച്ചിട്ടുണ്ട്. അടിപൊളി. നമുക്ക് താഴോട്ട് പോവാം. ഇതാണ്, ഇതിലെ കൂടെ കാണാനും പറ്റും. ഇത് ഞാൻ കണ്ടില്ലല്ലോ. ഇതെവിടെ? ഇത് മോളിൽ കൂടെ നോക്കണമായിരിക്കും. ഇതാണ് സാധനം. ഈ സാധനത്തിൽ കൂടെയാണ് വെള്ളം ഇങ്ങനെ വന്നുകൊണ്ട് ആ വെള്ളം ഇങ്ങനെ ഫോഴ്സിലായിട്ട് ഇങ്ങനെ വന്നിട്ട് എന്തോ ചെയ്യുന്ന പരിപാടി. അയച്ചുകൊണ്ട് ഫുള്ള് വായിച്ചു നോക്കിയില്ല. അപ്പോഴത്തേക്കും ഇതാണ് അടുത്തൊരു സ്ഥലം. ഈ സ്ഥലം ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഗേൾ ഫ്രണ്ടൊക്കെ ആയിട്ട് വന്ന് നൈസായിട്ട് എൻജോയ് ചെയ്യാവുന്നവർക്ക് ഇവിടെ വരാം. നൈസായിട്ട് വന്ന് ഇവിടെ വന്ന് ചില്ല് ചെയ്യാം. അവർക്ക് പറ്റിയ സ്ഥലമാണ്. ഇവിടെ വന്ന് ഇരിക്കേണ്ടവർക്ക് ഇരിക്കാം, അവിടെ വന്ന് ഇരിക്കേണ്ടവർക്ക് ഇരിക്കാം. ഇരുന്ന് കുറച്ച് കുശലങ്ങളൊക്കെ പറയാം. ചേട്ടൻ ഭയങ്കര സംസാരപ്രിയനാണല്ലേ, അങ്ങനത്തെ ഐറ്റമൊക്കെ ഇറക്കാൻ പറ്റിയ സ്ഥലമാണ്. അടിപൊളി സ്ഥലമാണ്. വരിക, കാണുക, എൻജോയ് ചെയ്യുക. ഓക്കെ, അപ്പോഴത്തേക്കും ഇനി നമുക്ക് തിരിച്ചു നടക്കാം. അപ്പോഴത്തേക്കും നമ്മൾ വന്നതിൻ്റെ കാര്യം ഏകദേശം നടന്നു എന്ന് കരുതുന്നു. ആൾക്കാരൊക്കെ ഇനി വന്നിട്ടുണ്ട്. പുതിയ വേറെ ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. നമുക്ക് എൻജോയ് ഉണ്ടെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്യാം. ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇത്രയും നാളും വന്നിട്ട് ഇന്നാണ് ഈ സാധനത്തിൻ്റെ ചരിത്രം ഞാൻ ചെയ്യാൻ പോയത്. അപ്പോഴത്തേക്കും നമുക്ക് തിരിച്ചു നടക്കാം. അങ്ങനെ നമ്മൾ വന്നതിൻ്റെ ഇത് നമ്മൾ വീഡിയോ എല്ലാം നമ്മൾ പകർത്തിയെന്ന് കരുതുന്നു. നമുക്ക് തിരിച്ച് പോകാം. ആൾക്കാർ കൂടിയിട്ടുണ്ട്, കുട്ടികളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, ശരിയാണ്. അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവർക്ക് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴിയൊക്കെ കണ്ടു കേട്ടോ. എവിടോട്ട് വേണേലും പോവാം. തിരിച്ചു വരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ എവിടെ വേണേലും പൊക്കോ. പിന്നെ ഞാൻ പറഞ്ഞ പുൽ മൈതാനം ഇതാണ്. അവിടെ കുറച്ച് ചെയർസൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് അവിടെ ഒന്ന് ടൈം സ്പെൻഡ് ചെയ്യുമെങ്കിൽ അവിടെ ടൈം സ്പെൻഡ് ചെയ്യും. ഇങ്ങോട്ടൊക്കെ ഓരോ വഴിയുണ്ട്. എനിക്ക് എവിടെയാണോ എന്ന് നമുക്കറിയത്തില്ല. കണ്ടില്ലേ, സൂര്യൻ അസ്തമിക്കാറായി.
നമുക്ക് തിരിച്ച് നടക്കാം. അവിടെ ഒരു പട്ടിക്കുട്ടിയുണ്ട്. നമുക്ക് പുൽമൈതാനങ്ങളിൽ കൂടെ നടക്കാം. നല്ലൊരു സ്ഥലമാണ്, അടിപൊളി. ആണ് സ്ഥലം. ഇതെന്തോ പണ്ടെന്തോ എന്തിൻ്റെ ഒരു ബിൽഡിംഗ് ആയിരുന്നു, ഇപ്പോൾ ഒന്നുമില്ല. ഇപ്പോൾ വെറുതെ ചുമ്മാ ആൾക്കാർ വെറുതെ വന്നിരിക്കുന്നുണ്ട്. ചെറുതായിട്ട് ജലദോഷം പിടിച്ചോ എന്നൊരു സംശയം. അങ്ങനെ ഹൈ 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 വരുന്നില്ല. ഒരു പട്ടിക്കുട്ടൻ അവിടെ കിടന്ന് കളിക്കുന്നുണ്ട്. എൻ്റെ ഓണർ അവരെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലപ്പോൾ അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ. നമ്മൾ അയാളുടെ പട്ടീനെ വിളിക്കുന്നത് നമുക്ക് ചിലവർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല. ഓക്കെ, നമുക്കിവിടെ കുറച്ച് നേരം ഇരിക്കാം. എന്നാലും ഇനി ഞാൻ ശ്രമിക്കാം, വീഡിയോ ഇടാൻ ശ്രമിക്കാം. നോക്കട്ടെ, ഞങ്ങൾക്ക് നല്ല നല്ല വീഡിയോസ്, നല്ല നല്ല കണ്ടൻറ്റ് ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഇതൊരു ബിഗിനിങ് ആയിട്ട് കണ്ടാൽ മതി. ആരടാ പുറയിൽ? കടിക്കല്ലേ മുത്തേ. ഐ സ്നേഹമുള്ളവൻ. എന്തൊരു അനുസരണയുള്ള ചിക്കൻ. ബാർക്കാപ്പേ, ചിലപ്പോൾ അത് കമ്പനീൻ്റെ പേരായിരിക്കും. ഉണ്ടോടാ, എന്താ സ്നേഹമല്ലേ. ഇരുന്നേരം വേണ്ട. ഇഷ്ടപ്പെട്ടോടോ? ഇഷ്ടപ്പെട്ടോ? നിനക്ക് ഇഷ്ടപ്പെട്ടോ? ഓ, ഇരുത്തം നോക്കിയേ. ഓയ് പോണോ? ഐ വൈകുന്നേരം വരെ ചെയ്തോണ്ടിരിക്കണ. ഐ പോകുന്നില്ലേ? മറ്റേ സുരാജ് മറ്റേ പട്ടിക്ക് ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്തേന്. ഓടിക്കോ, ബൈ ബൈ. അവിടെ പോയി പറ. വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അപ്രതീക്ഷിതമായൊരു അതിഥി നമ്മളെ തേടിയെത്തിരിക്കുകയാണ്. അവൻ പോയി. അപ്പോഴത്തേക്കും വീഡിയോ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ, വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കേട്ടോ. വലിച്ചൊരു ചെറിയ ചാനലാണ്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ ഒന്ന് മോട്ടർ ചെയ്താൽ പിന്നെ ഞാൻ വീഡിയോ ഒക്കെ ഇടും കേട്ടോ. എന്നെ ഒന്ന് മോട്ടർ ചെയ്യേണ്ടത് നിങ്ങളുടെ ജോലിയാണ്. അപ്പോൾ ഞാൻ പിന്നെ തുടരെ വീഡിയോ ഒക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇനിയും നാളെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇടാൻ പറ്റുമെന്ന് നോക്കാം. ഇതിപ്പോൾ ഇനി എന്ന് എഡിറ്റ് ചെയ്ത് എന്ന് ഇടും എന്നൊക്കെ എൻ്റെ ഒരു മൂഡ് പോലെ ഇരിക്കും. ഞാൻ പണ്ട് ഇതേപോലെ കുറേ സ്ഥലത്തൊക്കെ പോയതാണ്. പക്ഷെ വീഡിയോ എടുത്തിട്ട് ഞാൻ പിന്നെ അവസാനം ഡിലീറ്റ് ചെയ്ത് കളയാം. ഭയങ്കര മടിയാണ് ഗൈസ് എനിക്ക്. എന്താ ചെയ്യുക. ഞാൻ ലണ്ടനിലൊക്കെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയതിൻ്റെയൊക്കെ അടിപൊളി വീഡിയോ ആയിരുന്നു. പക്ഷേ എനിക്കെന്തോ തോന്നിയില്ല അത് ഇടാൻ. അടിപൊളി വീഡിയോ ആയിരുന്നു, നല്ല ലെങ്ത്തൊക്കെ ഉള്ള വീഡിയോ ആയിരുന്നു, അടിപൊളി രസിക്കാനുള്ള കണ്ടൻറ്റൊക്കെ ഉള്ള വീഡിയോ ആയിരുന്നു. ഭയങ്കര എൻ്റർടൈൻമെൻറ്റ് കണ്ടൻ്റ് ആയിരുന്നു ആ വീഡിയോയിൽ. പക്ഷേ ഏതോ ഒരു സാഹചര്യത്തിൽ എനിക്ക് അവസാനം എൻ്റെ മൂഡിളകിയിട്ട് ഞാനെല്ലാം ഡിലീറ്റ് ചെയ്തു. ഇടയ്ക്കൊക്കെ ഗൂഗിൾ ഫോട്ടോസിനകത്തൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഞാൻ ആ ഒരു മൂഡ് പിന്നെ അതിലോട്ട് എടുത്തില്ല. അതൊക്കെ കഴിഞ്ഞ ക്രിസ്മസ് ടൈമിലെടുത്ത വീഡിയോ. ഇപ്പം എത്ര മാസമായി? അടുത്ത ക്രിസ്മസ് ആകാറായി. അപ്പോഴത്തേക്കും ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അടിപൊളി സ്ഥലമായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോഴത്തേക്കും കാണാം. ബൈ ബൈ. ഇവിടെ കണ്ട ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ബോർഡാണ്, പെഡസ്ട്രിയൻ സ്ലോ. 20 എന്ന് പറയുന്നത് 20 മൈൽസ് പെർ അവർ അങ്ങനെയൊന്നും ആയിരിക്കില്ലായിരിക്കും. ഗേൾസ് സ്ലോ ഫോർ അട്ടയുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് അത് പറഞ്ഞത്. ഒമ്പോ ഒരു ജിമിട്ട് സാധനം, പട്ടിയാണ് കേട്ടോ, അല്ല വേറൊന്നുമല്ല. പെഡസ്ട്രിയൻ ഗോ സ്ലോ. തറയിൽ അട്ടകൾ കാണും, അട്ടകളെ ചവിട്ടി പൊട്ടിക്കരുത് എന്നാണ് അത് പറഞ്ഞത്. അട്ടകളെന്ന് പറയുമ്പോഴത്തേക്കും മറ്റേ ഒച്ചിനെ കുറിച്ചാണ് പറഞ്ഞത്. ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അതൊരു ഫോട്ടോഷൂട്ടിനുള്ള വൈബിനുള്ളതാണെന്ന് തോന്നുന്നു. അതിനുള്ള ഡ്രസ്സൊക്കെ ഇട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോഴത്തേക്കും നമ്മൾ ആ പെറ്റ്സ് കോർണർ കണ്ടിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മൾ പറഞ്ഞ വെൽക്കം ടു പെറ്റ്സ് കോർണർ. ഓപ്പണിംഗ് അവേഴ്സ് 10:30 to
16 എന്ന് പറയുമ്പോഴത്തേക്കും 4 മണിയാകുമ്പോഴത്തേക്കും തീരുമായിരുന്നു. പക്ഷേ പെറ്റ്സ് കോർണർ, പക്ഷേ ഇവിടെ നോ ഡോഗ്സ് അലൗഡ്. അതാണ്, പട്ടികൾക്കിവിടെ കയറാൻ പറ്റത്തില്ല. പെറ്റ്സ് കോർണർ ആയിരുന്നു. പക്ഷേ അത് എനിക്കൊന്ന് പക്ഷികളൊക്കെ ആയിരിക്കുമെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷെ അതെന്തായാലും അടച്ചു പോയിട്ടുണ്ട്, ടൈം കഴിഞ്ഞു. ഇനി നേരെ നടന്നു പോകും. ഇതായിരുന്നു സംഭവം. കുറേ പക്ഷികളൊക്കെ ആയിരിക്കും, അതിൻ്റെ കൂടൊക്കെയാണെന്ന് തോന്നുന്നു കാണുന്നത്. സംഭവം കഴിഞ്ഞ്, അതിൻ്റെ ടൈം കഴിഞ്ഞു. പ്ലീസ് നോട്ട് ഫീഡ് ദ ആനിമൽസ്. ഓക്കെ, ആണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇത് ജസ്റ്റ് കുറച്ച് കിളികൾ ആ ഒരു പരിപാടിയായിരുന്നു. അവിടെ ഇത്രയും ദൂരം കുറച്ച് കിളികളും ആ പരിപാടിയൊക്കെ ആയിരുന്നു. പക്ഷേ അതിൻ്റെ ടൈം കഴിഞ്ഞു പോയി. വേറെ കുറേ പെറ്റ്സൊക്കെ കാണുമായിരിക്കും. ഞാനാകെ പക്ഷേ കണ്ടതൊരു എലീനെ മാത്രമേ കണ്ടുള്ളൂ. അതിവിടെ വളർത്തുന്നതാണോ അത് ജസ്റ്റ് ഓടി വന്നതാണോ എന്നറിയില്ല. ഓക്കെ, അതെ. ഇനി ഒരെണ്ണത്തിനെ കണ്ടില്ല എന്ന് പറയല്. ഒരു അരയന്നം പോകുന്നുണ്ട്. ഫോക്കസ് ആകും പ്ലീസ്. ഓക്കെ, ഒരു അരയന്നമായിരിക്കും അല്ലേ, താറാവായിരിക്കും, ഏതെങ്കിലും ആട്ടെ. അതിനെ മാത്രം കണ്ടിട്ടുണ്ട്. ബാക്കിയെല്ലാം ഉറങ്ങുകയാണ്. അവരുടെ ഉറങ്ങുന്നതിൻ്റെ ഉള്ള ടൈമാണ്. അപ്പോൾ ബാക്കിയെല്ലാം ഉറങ്ങി. നമുക്കിനി തിരിച്ചു പോവാം. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ കണ്ട് നമ്മൾ ആദ്യമേ പോയ സ്ഥലത്ത് തിരിച്ചെത്തിയിരിക്കുകയാണ്. നോക്കിക്കേ, എന്താ മോനെ വിഷ്വൽസ്. എന്താ ഒരു ലുക്ക് ആ ഫ്രെയിമിൻ്റെ, ആ സ്കൈൻ്റെ ഒക്കെ ഒരു ഇത്. കിഴക്കൻ ചക്രവാളത്തിൽ നിന്ന് സൂര്യൻ അസ്തമിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും സ്കൈ ഒക്കെ അതിൻ്റേതായ രീതിയിൽ ആകാശങ്ങൾ അതിനോട് കുട നിവർത്തുന്ന പോലെ തന്നെ പെരുമാറുകയാണ്. നോക്കൂ, അപ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ പോയത് 7:53 ആ ഒരു ടൈമിലൊക്കെയാണ് ഇവിടെ എത്തിയത്. ഏകദേശം ഒരു മണിക്കൂറിന് മേളിൽ സ്പെൻഡ് ചെയ്യാനുള്ളൊരു സ്ഥലമേ ഉള്ളൂ. ഇപ്പോൾ കൂട്ടുകാരൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കും അതിൻ്റേതായ ഒരു ടൈമിൽ നമ്മൾ ഇവിടെ സ്പെൻഡ് ചെയ്യും, എൻജോയ് ചെയ്യും. അവിടെ ചെക്കന്മാരൊക്കെ ആയിട്ടിരുന്ന് ചില്ലടിക്കും. ആ ഒരു പരിപാടിയാണ്. പക്ഷേ ഈ ഒരു ഫ്രെയിം ഇത് നിങ്ങൾ നോക്കി വെച്ചോ, അടിപൊളി ഫ്രെയിമാണ്. കുറച്ച് ഫോട്ടോ എടുക്കട്ടെ, അപ്പോഴത്തേക്കും നമുക്ക് കാണാം. അപ്പോഴത്തേക്കും എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എൻ്റെ മാക്സിമം എഫേർട്ട് ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. ഓക്കെ, അപ്പോഴത്തേക്കും ശരി, ബൈ, കാണാം.